الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ മാസത്തിലെ 7ാമത്തെ മാസമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു പവിത്രത കൽപ്പിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം എന്ന് നമുക്കറിയാം. അതേപോലെ പരിശുദ്ധ റമദാനിലേക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ മാസം കൂടിയാണ് സലഫുകളുടെ വീക്ഷണത്തിൽ റജബ് മാസം. റജബും ശഅബാനും കഴിഞ്ഞാൽ പിന്നീട് റമദാനാണ്. പവിത്രമാസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ ഒരു കാര്യം 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 എണ്ണമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രതയുള്ളതാണ്, പ്രത്യേകം അള്ളാഹു ആദരിച്ച മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഋജുവായ നേരായ മതം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്യരുത് എന്നതാണ്
അള്ളാഹു ആ മാസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, 4 മാസങ്ങൾ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നീ മാസങ്ങളാണ്. ആ മാസങ്ങളിൽ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു പറയുമ്പോൾ തിന്മകൾ എല്ലാം നമ്മളോട് തന്നെ ചെയ്യുന്ന അന്യായങ്ങളാണ്. ഒരിക്കലും പാടില്ലാത്തതാണ് ഏത് മാസത്തിലും. എന്നാൽ ഈ മാസങ്ങളിൽ വിശേഷിച്ചും അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു, ഐ ഫീ ഹാദിഹിൽ അശ്ഹുരിൽ മുഹറമ, അല്ലാഹു പവിത്രത കൽപ്പിച്ച ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അന്യായം ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ലിഅന്നഹു ആഖദു വഅബ്ലഗ് ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ, മറ്റ് മാസങ്ങളെക്കാൾ, മറ്റ് ദിവസങ്ങളെക്കാൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന അന്യായങ്ങൾക്ക്, പാപങ്ങൾക്ക് കൂടുതൽ ഗൗരവമുണ്ട്, അത് കൂടുതൽ തീവ്രതയുള്ളതാണ്. കമാ അന്നൽ മആസി ഫിൽ ബലദിൽ ഹറാം തുളാഅഫ്, പുണ്യങ്ങൾ അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളിൽ ചെയ്താൽ 10 മടങ്ങ് പ്രതിഫലമുള്ളതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും തിന്മകൾ ചെയ്യാൻ ആ സ്ഥലവും സമയവും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഏറ്റവും ഗൗരവമുള്ളതാണ് എന്നതുപോലെ വകദാലിക ശഹ്റുൽ ഹറാം തുഗല്ലബു ഫീഹിൽ ആസാം, അതുകൊണ്ട് തന്നെ അള്ളാഹു പവിത്രത കൽപ്പിച്ച ഈ മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടുതൽ ഗൗരവമുണ്ട് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം. അതേപോലെ നന്മകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി നമ്മുടെ എല്ലാം ആയുസ് എത്രയുണ്ട് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കുവാൻ, കണക്കുകൂട്ടുവാൻ സാധിക്കുകയില്ല. നമ്മൾ എല്ലാത്തരം മുൻകരുതലുകൾ എടുത്ത ആളുകളാണ് എങ്കിലും നമ്മുടെയും നമ്മുടെ മരണത്തിന്റെയും ഇടയിൽ ഒരു മുടിനാരിഴ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് ഓരോ അനുഭവങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതോടുകൂടി നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളും അവസരങ്ങളും നഷ്ടപ്പെടുകയാണ് എന്നുള്ളതിനാൽ ആവുന്നത്ര നന്മകൾ അധികരിപ്പിക്കുവാൻ കിട്ടുന്ന സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മളെ അള്ളാഹു പടച്ചത് തന്നെ ആ ഒരു കാര്യത്തിനാണ് എന്നുള്ള കാര്യം ഖുർആൻ എടുത്തുണർത്തിയിട്ടുണ്ട്. 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചത്, സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി ഖുർആൻ അടയാളപ്പെടുത്തിയത്, പറഞ്ഞു തന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഹാദിഹിൽ ഗായ, പണ്ഡിതന്മാർ പറഞ്ഞു അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലത്തി ഖലഖല്ലാഹുൽ ജിന്ന വൽ ഇൻസ ലഹ, മനുഷ്യരെയും ജിന്നുകളെയും പടച്ചവൻ സൃഷ്ടിച്ച ആ ഒരു ലക്ഷ്യം അതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബിദ്അത്തുകൾ കലരാതെ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. സുന്നത്തുകൾ പഠിച്ചറിഞ്ഞു വേണം നമ്മൾ പിൻപറ്റാൻ. നമ്മൾ ഓരോ ഖുത്ബയിലും പ്രത്യേകം പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഷേഖ് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ, അക്സറുൻ നാസിൽ യൗം ലാ യഅ്ബുദൂന അല്ലാഹ ബിത്തിബാഇ സുന്നത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാലഘട്ടത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കി അത് പിൻപറ്റിക്കൊണ്ടല്ല എന്ന് കാണുവാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ്? വഇന്നമാ യഅ്ബുദൂന അല്ലാഹ ബിഅഹ്വാഇഹിം, ഓരോരുത്തരും അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർക്ക് തോന്നിയതുപോലെ അങ്ങനെ ചെയ്യാൻ. അപ്പോ റജബ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമുണ്ട്? ആളുകളൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാനാണോ? അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ചെയ്യാനാണോ? അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചറിയണം. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയും, അഥവാ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുല്ലാഹു തആല യബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, തഫറഗ ലിഇബാദത്തി അംല സദ്റക ഗിന,
നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. എങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറയെ നാം ധന്യത, ഐശ്വര്യം നിറച്ചു തരും. വഅസുദ്ദു ഫഖറക്, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ ദാരിദ്ര്യം നാം പരിഹരിച്ചു തരും. വഇല്ലാ തഫ്അൽ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സമയമില്ല എങ്കിൽ 24 മണിക്കൂറിൽ ആകെ ഒരു അരമണിക്കൂർ മതിയാകും 5 നേരത്തെ നമസ്കാരത്തിന്. പക്ഷെ ആ അരമണിക്കൂർ പോലും നീക്കിവെക്കാൻ മടി കാണിച്ചുകൊണ്ട് ഓട്ടപ്പാച്ചിലിനിടയിൽ ദുനിയാവിന്റെ സമ്പാദ്യത്തിന് വേണ്ടി നീ പരക്കം പായുകയാണെങ്കിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ് എന്നറിയോ? മലഅതു യദൈക ശുഗ്ല, നിന്റെ കൈ നിറയെയും നാം നിനക്ക് ഭാരങ്ങൾ, ജോലികൾ, തിരക്കുകൾ ഉണ്ടാക്കി തരും. വലം അസുദ്ദ ഫഖറക്, നിന്റെ ആവശ്യങ്ങൾ തീരുന്ന അവസ്ഥയുണ്ടാവുകയില്ല. എത്ര കിട്ടിയാലും മതിയാകാത്ത രീതിയിൽ. വെള്ളിയാഴ്ചയാണ് എന്ന് മനസ്സിലായിട്ട് പോലും ജുമുഅക്കൊന്ന് നേരത്തെ വരാൻ പോലുമുള്ള മനസ്സില്ലാതെ നീ ഓടുകയാണ്. ഓട്ടത്തിന്റെ ഇടയിലായിരിക്കും നിന്റെ അന്ത്യശ്വാസം എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടിയ നല്ല ഒരു അന്ത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പുണ്യവും, ഇസ്ലാം പഠിപ്പിച്ച ഏത് പുണ്യവും, നിരുപാധികമായ ഏത് ഇബാദത്തും എപ്പോഴും നമുക്ക് ചെയ്യാം. ഖുർആൻ ഓതാൻ, അതേപോലെ ദിക്ർ, ദുആകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. പക്ഷെ എന്നാൽ അതിന് പ്രത്യേകമായ സമയവും അതേപോലെ തന്നെ രൂപവും ഒക്കെ നിശ്ചയിക്കൽ, അത് മതത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കലാണ്, അനാചാരങ്ങൾ കടത്തിക്കൂട്ടലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, തഖ്സീസുൽ ഇബാദ ബിമകാനിൻ ഔ സമാനിൻ ലം യരിദ് ഫി ശരീഅ, മതത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും പ്രത്യേകമായ സമയത്തോ ഏതെങ്കിലും പ്രത്യേകമായ സ്ഥലത്തോ പ്രത്യേകമായ ഒരു ഇബാദത്ത് ചെയ്യൽ ബിദ്അത്തുൻ, അത് മതത്തിൽ അനാചാരമാണ്, പുണ്യം കിട്ടുന്ന സംഗതിയല്ല. പ്രത്യേക രൂപങ്ങൾ സ്വീകരിക്കൽ, ദിക്ർ ചൊല്ലാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഏത് സമയത്തും നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷെ അതിനൊരു പ്രത്യേക സമയവും പ്രത്യേക രൂപവും പ്രത്യേക എണ്ണവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് നമ്മൾ സ്വന്തമായി നിശ്ചയിച്ചാൽ മതത്തിൽ നമ്മൾ പലതും കടത്തിക്കൂട്ടലാണ്. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബിദ്അത്തിന്റെ കൂട്ടത്തിൽ വമിൻഹാ ഇൽതിസാമുൽ കൈഫിയാത്ത് വൽ ഹൈആത്തുൽ മുഅയ്യന കദ്ദിക്രി ബിഹൈഅത്തിൽ ഇജ്തിമാ അലാ സൗത്തിൻ വാഹിദ്. ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പ്രത്യേകമായ രൂപവും കോലവും ഒക്കെ നിർണയിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ആചാരങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുക എന്നത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, കദ്ദിക്ർ ബിഹൈഅത്തിൽ ഇജ്തിമാ, എല്ലാവരും ഒരുമിച്ചുകൂടി ഒരേ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തതുകൊണ്ട്. സ്വഹാബത്ത് തന്നെ തിരുത്തിയ സംഭവങ്ങൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. പള്ളിയിലായിരുന്നിട്ടുകൂടി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യേകമായ രൂപവും കോലവും ഒക്കെ നിർണയിച്ചുകൊണ്ട് നടത്തിയപ്പോൾ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസിച്ച, വളരെ ഗൗരവത്തോടുകൂടി സംസാരിച്ച സ്വഹാബത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റജബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ റജബ് മാസത്തിൽ മാത്രമായി ഒരു പ്രത്യേക നോമ്പില്ല. നിങ്ങൾ ഓരോരുത്തരും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിടവിട്ട് നോമ്പെടുക്കുന്നവരാണെങ്കിൽ അത് റജബിലും തുടരാം എന്നല്ലാതെ റജബ് മാസത്തിൽ മാത്രമായി പ്രത്യേകമായ ഒരു നോമ്പ് ചില ആളുകൾ ചെയ്യാറുണ്ട്, ചില ആളുകളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. റജബ് മാസമായി കഴിഞ്ഞാൽ അങ്ങനെ നോമ്പെടുത്താൽ എത്രയോ വലിയ പുണ്യവും അതേപോലെ തന്നെ ഫളായിലുകളുമാണ് അവർ പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൽ അങ്ങനെയില്ല. സ്വഹാബത്തിന് അങ്ങനെ പരിചയമില്ല. അതേപോലെ തന്നെ പ്രത്യേകമായൊരു നമസ്കാരം റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അഥവാ ഇന്നത്തെ ദിവസം ചില ആളുകൾ ചെയ്യും. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാഇന് മുമ്പ് ഒരു പ്രത്യേക നമസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്നാണ് അതിന് പേര് പറയാ. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ അതിന് മാതൃകയില്ല. അതേപോലെ തന്നെ റജബ് മാസം അവസാനമാകുമ്പോഴേക്ക് റജബ് 27-ാമത്തെ ദിവസം ലൈലത്തുൽ മിഅറാജ്, മിഅറാജിന്റെ ദിവസം എന്ന പേരിൽ ഒരാഘോഷം, ഇസ്റാഉം മിഅറാജും ഒക്കെ നടന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇസ്റാഉം മിഅറാജും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അത് ഏത് മാസമാണ് എന്നതിൽ പോലും കൃത്യമായി തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നിട്ടല്ലേ ആ മാസത്തിലെ ഏത് ദിവസമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയോട്
സ്വലാത്തുർ റഗാബിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശക്തമായി വിശദീകരിക്കുകയും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെടാത്ത ഇത്തരം അനാചാരങ്ങളെ സംബന്ധിച്ച് നിശിതമായി ശക്തമായി എതിർക്കുകയും ചെയ്ത എമ്പാടും ഉദ്ധരണികൾ കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വലാത്തുർ റഗായിബിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ സുഇല അൻ സ്വലാത്തുർ റഗായിബ് അൽ മഅറൂഫ ഫി അവ്വലി ലൈലത്തി ജുമുഅ മിൻ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നിർവഹിക്കപ്പെടുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഹൽ ഹിയ സുന്നത്തുൻ വ ഫളീല, മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള സുന്നത്തായ പുണ്യമായ ഒരു കാര്യമാണോ, ഔ ബിദ്അ, അതല്ല ചെയ്യാൻ പാടില്ലാത്ത അനാചാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമസ്കാരല്ലേ, നല്ലതല്ലേ, കൂലി കിട്ടും, ചെയ്യാം എന്നാണോ? അല്ല. ഫഅജാബ്, അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറ, അത് അങ്ങേയറ്റം മ്ലേച്ഛമായ വൃത്തികെട്ട അനാചാരമാണ്. അശദ്ദ ഇൻകാരിൻ, ഏറ്റവും ശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ട സംഗതിയാണ്. ഫതഅയ്യനു തർക്കുഹാ വൽ ഇഅറാദു അൻഹാ, അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കലും അത്തരം സംഗതികളിൽ നിന്ന് വിട്ടകന്നു നിൽക്കലും ഓരോരുത്തർക്കും നിർബന്ധമാണ്, അനിവാര്യമാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു വലാ യുഗ്തറു ബികസ്റത്തിൽ ഫാഇലീന ലഹാ ഫീ കസീരിൻ മിനൽ ബുൽദാൻ, പല നാടുകളിലും ധാരാളക്കണക്കിന് ആളുകൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ആരും വഞ്ചിതരായി പോകരുത്. ആളുകൾ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം നാടുകളിൽ അതുണ്ട് എന്നല്ല, പ്രമാണത്തിലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഒരു യഥാർത്ഥ വിശ്വാസി അന്വേഷിക്കേണ്ടത്. വലാ ബികൗനിഹാ മദ്കൂറതൻ ഫീ ഖൂത്തിൽ ഖുലൂബ് വഹിയ ഉലൂമിദ്ദീൻ. എന്നിട്ട് അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാരുടെ കിതാബുകളാണ് ഖൂത്തുൽ ഖുലൂബ് എന്നതും ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നതും. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ പറഞ്ഞ കിതാബുകളെ സംബന്ധിച്ച്, അതിന്റെ പേരുകളെങ്കിലും. അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് കിതാബുകളിലും ആ റഗായിബ് നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശമുണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ പേരിൽ വഞ്ചിതരായി പോകരുത്. ഫഇന്നഹാ ബിദ്അത്തുൻ ബാത്തില, കാരണം തെളിവിന്റെ പിൻബലമില്ലാത്ത നിരർത്ഥകമായ ഒരു അനാചാരമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നല്ല, അതല്ലെങ്കിൽ നമസ്കാരമല്ലേ, ഇബാദത്തല്ലേ, പുണ്യമല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുകയല്ല. ആ രൂപത്തിൽ കോലത്തിലൊക്കെ മതത്തിന്റെ പിൻബലമുണ്ടോ, പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ റജബ് നമ്മൾ എല്ലാ നിലയിലും പുണ്യങ്ങൾ അധികരിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ദീനിൽ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. അതേപോലെ തന്നെ റജബ് മാസത്തെ സലഫു സാലിഹ്യങ്ങൾ കണ്ടത് റമദാനിലേക്കുള്ള വിത്തൊരുക്കുന്ന അവസരമായിട്ടാണ്. ഷഹ്റുസ് സർഇ വൽ ഖിറാസ്, റമദാനിൽ വിളവെടുക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾ നിലം പാകപ്പെടുത്തി വിത്തിറക്കേണ്ട സമയമാണ് റജബ് മാസം. അബൂബക്കർ അൽ വറാഖ് അൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഷഹ്റു റജബ് ഷഹ്റുൻ ലിസ്സർ, പുണ്യങ്ങൾ വിതക്കുവാനുള്ള മാസമാണ് റജബ് മാസം. വശഅബാൻ, അതിനെ തുടർന്ന് വരുന്ന ശഅബാൻ മാസം ഷഹ്റു സഖിയ്യി ലിസ്സർ, ആ പുണ്യത്തെ, ആ വിത്തിനെ, ആ കൃഷിയെ നനച്ച് പാകപ്പെടുത്തുവാനുള്ള അവസരമാണ്. വറമളാൻ ഷഹ്റു ഹസാദിസ് സർ, എങ്കിൽ റമദാൻ നിങ്ങൾക്ക് ആ പുണ്യങ്ങൾ കൊയ്തെടുക്കുവാനുള്ള അവസരമാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഇതേ ആശയത്തിലുള്ള ഉദ്ധരണികൾ, വാക്കുകൾ സലഫുകളുടേതായി നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ പരിശുദ്ധ റമദാൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഇബാദത്തുകൾക്ക് നമുക്ക് വലിയ ആവേശമുണ്ടാകും തുടക്കത്തിൽ. പക്ഷെ പെട്ടെന്ന് ആ ആവേശം ചോർന്നു പോകുന്നതായി നമ്മൾ കാണാറുണ്ട് മിക്ക പള്ളികളിലും. ആദ്യത്തെ 10 കഴിയേണ്ടതില്ല, അപ്പോഴേക്കും നല്ല നല്ല ആരോഗ്യത്തോടെ ആവേശത്തോടെ ഇബാദത്തുകൾക്ക് മുന്നിട്ട് വന്ന ചെറുപ്പക്കാരടക്കം ശോഷിച്ച് പള്ളിയിലെ സഫുകൾ കുറഞ്ഞു പോകുന്ന, ആവേശം ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സലഫുകൾ പറഞ്ഞു തരുന്നത് റജബിൽ തുടങ്ങണം, ശഅബാനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ റമദാനിൽ നിങ്ങൾക്കതിന്റെ ഫലം പറിച്ചെടുക്കുവാൻ, കൊയ്തെടുക്കുവാൻ സാധിക്കുമെന്നാണ്. നേരെ മറിച്ച് ദുനൂബു റജബ്, റജബിലും നിങ്ങൾ അവഗണിച്ചുകൊണ്ട് തിന്മയിൽ അഭിരമിക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ തുത്ഫിഉ ജദ്വത്തൽ ഈമാൻ ഫി റമദാൻ, വരാനിരിക്കുന്ന റമദാനിൽ നിങ്ങളുടെ ഈമാനിന്റെ ജ്വാല, അതിന്റെ ശക്തമായ പ്രഭ അത് കെടുത്തിക്കളയും റജബിൽ നിങ്ങൾ വരുത്തി വെക്കുന്ന തിന്മകൾ. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് പരമാവധി അകന്നു നിന്ന് നന്മകൾ പരമാവധി അധികരിപ്പിച്ചുകൊണ്ട്
ഈ റജബ് മാസത്തെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ശഅബാനും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് റമദാനിൽ അതിന്റെ സൽഫലങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് സലഫുസ് സാലിഹീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ റമദാനിലും ഏത് സമയത്തും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മം, മഹാഭൂരിപക്ഷം ആളുകൾ നമ്മളിൽ വീഴ്ച വരുത്തുന്ന ഒരു കാര്യവുമാണ് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഡെയിലി ഒരു അരമണിക്കൂർ, അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും. 24 മണിക്കൂർ നൽകിയ പടച്ചറബ് അവന്റെ കലാമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ഒരു ദിവസം ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കുവാൻ സാധിച്ചാൽ, ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ നമുക്ക് പൂർത്തിയാക്കി നീക്കിവെക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഒരു ജുസ് ഒരു ദിവസം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും, ഓതി തീർക്കുവാൻ സാധിക്കും. ഒരു മാസം കഴിയുമ്പോൾ ഒരു ഖത്തം തീർത്തവരായി നമ്മൾ മാറും. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, റമദാനിലെടുത്ത മുസ്ഹഫ് ആ റമദാൻ അവസാനിച്ച് ശവ്വാലോടുകൂടി തിരിച്ചു വെച്ചതിന് ശേഷം വീണ്ടും ആ കൈകൾ കൊണ്ടെടുത്ത് പാരായണം ചെയ്ത ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ തുലോം കുറവായിരിക്കുമെന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ എടുക്കുന്നതോടുകൂടി, അത് പാരായണം ചെയ്യുന്നതിലൂടെ, അതിലേക്ക് നോക്കുന്നതിലൂടെ, അതിന്റെ വചനങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണും അത് കേൾക്കുന്നതിലൂടെ കാതും നാവും എല്ലാം ഇബാദത്തുകളിൽ, പുണ്യങ്ങളിൽ ഭാഗവാക്കാവുകയാണ്. അത് റഹ്മത്താണ്, പടച്ചറബിന്റെ കാരുണ്യം പെയ്തിറങ്ങുവാനുള്ള ഒരു അസുലഭ അവസരമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹുദൻ വറഹ്മ. ഖുർആൻ എന്ന് പാരായണം ചെയ്തു നോക്കുമ്പോൾ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ അള്ളാഹ് ആവർത്തിച്ചു പറഞ്ഞതാണ് ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്. അത് സന്മാർഗമാണ്, പടച്ചറബിന്റെ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. അതുകൊണ്ട് വഴിയറിയാതെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരികയില്ല. ഏത് വിഷയത്തിലും നമുക്ക് നന്മയിലേക്ക് വഴി കാണിക്കുന്ന വിശുദ്ധ ഖുർആൻ. നമ്മുടെ മനസ്സിന് എന്തെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, ആ പ്രയാസങ്ങളെ എല്ലാറ്റിനെയും ഇറക്കി വെക്കുവാൻ ആശ്വാസം നൽകുന്ന, മനസ്സിന്റെ സമാധാനത്തിന്റെ ഒരു ശമനൌഷധമായി പരിശുദ്ധ ഖുർആനിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ്. അജ്ഞതയുടെ, അതേപോലെ തന്നെ ദുസ്വഭാവങ്ങളുടെ, വേണ്ടാത്ത ചിന്തകളുടെ മാറാലകൾ കെട്ടി നിൽക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെങ്കിൽ അവിടെയെല്ലാം തെളിച്ചു വെക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല വിളക്കാണ് വിശുദ്ധ ഖുർആൻ. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും നമുക്ക് സമാധാനവും ശാന്തിയും നൽകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്തെല്ലാം സങ്കടങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുമുണ്ടോ, ഖുർആൻ എടുത്തു വെച്ച് നോദിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദിക്റാകുന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്നാണ്. സ്വഹാബത്ത് അടക്കമുള്ള സലഫുസ് സ്വാലിഹീങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പരിശുദ്ധ റമദാനിൽ അവർ 10-ലധികം തവണ ഖത്തം തീർക്കുമായിരുന്നു ഖുർആൻ. സുബ്ഹാനല്ലാഹ്. 30 മാസത്തിൽ അവർ 10-ലധികം, അഥവാ 3 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ മുഴുക്കെ ഓതി തീർക്കുന്ന രീതിയിൽ, ഒരു ദിവസം 10 ജുസ് എന്ന രീതിയിൽ അവർക്ക് ഓതി തീർക്കുവാൻ സാധിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. ഇതേപോലെ ശീലിക്കുകയാണെങ്കിൽ റമദാനിൽ മാത്രമായിരുന്നില്ല അവർ അതിനുവേണ്ടി തയ്യാറായത്. എല്ലാ ദിവസവും, എല്ലാ മാസവും അവർ ശ്രദ്ധിച്ചു. റജബ് മാസം റമദാനിനെ മുൻകൂട്ടി സ്വീകരിക്കുവാനുള്ള സൽക്കർമ്മങ്ങളിലൂടെ അവർ പാകപ്പെടുത്തുകയും വിത്തിറക്കുകയും ചെയ്തു. ആ വിത്തിനെ നനച്ച് വളം നൽകി പാകപ്പെടുത്തുന്ന അവസ്ഥ ശഅബാനിൽ അവർ തുടർന്നു. അങ്ങനെ വന്നപ്പോൾ റമദാനിൽ അവർക്ക് പുണ്യങ്ങളിൽ ധാരാളക്കണക്കിന് നീന്തിത്തുടിക്കുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവർ മാറിയെന്നതാണ് ചരിത്രം. പക്ഷേ നമ്മിൽ പല ആളുകളും റമദാനിൽ തന്നെ ഒരു പ്രാവശ്യം അങ്ങ് ഖത്തം തീർത്താൽ എന്തോ വലിയ നന്മകൾ ചെയ്ത അവസ്ഥയിലാണ്. നമ്മൾ കൊണ്ടുപോകുവാനുള്ള നന്മകളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഏറ്റവും വലിയൊരു നന്മ റമദാനിൽ മാത്രമായി അവസാനിപ്പിക്കാതെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം, പഠനം, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു മര്യാദയും മനസ്സും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വെളിച്ചവും ആശ്വാസവും കിട്ടും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സുന്നത്തുകൾ അറിയാൻ, പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് വാസ്തവത്തിൽ ദീനിന്റെ പ്രായോഗിക രൂപം. എങ്ങനെയാണ് ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കേണ്ടത്? ഖുർആനിലൂടെ, സുന്നത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ
ഇതിലൂടെയാണ് ഇസ്ലാമിനെ നമ്മൾ അറിയേണ്ടത്, പഠിക്കേണ്ടത്. അങ്ങനെ ഖുർആനും സുന്നത്തും പഠിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ എത്രമാത്രം ഡിഗ്രിയും ബിരുദവും അറിവും നേടിയ ആളുകളാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച്, റസൂലിനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ പരലോകത്ത് നമ്മുടെ സമ്പാദ്യങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒന്നും ഉപകരിക്കുകയില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. അള്ളാഹു പറഞ്ഞത് സ്വർഗപ്രവേശനത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റായി, ഏറ്റവും വലിയ യോഗ്യതയായി പടച്ചിറപ്പ് പറഞ്ഞത് വമൻ യുത്ഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കും. അപ്പോൾ സ്വർഗത്തിൽ പോകുവാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി, ഒന്നാമത്തെ യോഗ്യത എന്താണ്? ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു? പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ചത്? എങ്ങനെയാണ് ദിക്ർ ചൊല്ലിയത്? എങ്ങനെയായിരുന്നു നോമ്പെടുത്തത്? ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? മക്കളോട് എങ്ങനെയായിരുന്നു? അയൽവാസികളോടും ഭാര്യയോടും എങ്ങനെയായിരുന്നു? എങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവാചക ചര്യകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, അതനുസരിച്ച് പിൻപറ്റുവാൻ കൂടി നമുക്ക് മനസ്സുണ്ടായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമ്മളെ അള്ളാഹു കടത്തും എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. വദാലികൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹവും പരിഗണനയും അതിലൂടെ കിട്ടുമെന്നാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, ശ്വസിക്കുവാനുള്ള വായു നൽകിയ, കുടിക്കുവാനുള്ള വെള്ളവും കഴിക്കുവാനുള്ള ഭക്ഷണവും നടക്കുവാനുള്ള കാലും പിടിക്കുവാനുള്ള കയ്യും എന്ന് വേണ്ട എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ വാരിക്കോരി നിങ്ങൾക്ക് നൽകിയ ആ പടച്ചിറപ്പിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ എങ്കിൽ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഫത്തബിഊനി, പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പടച്ചവൻ മാപ്പാക്കി തരും. വല്ലാഹു ഗഫൂറുൻ റഹീം, അല്ലാഹ് അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ്. അപ്പൊ ആ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ, പടച്ചറബിന്റെ മഹബത്ത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് പിൻപറ്റണം. അതിനുവേണ്ടി നമ്മൾ മെനക്കെടുന്ന സമയവും ശ്രമവും അധ്വാനവും ഒന്നും വെറുതെയാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ന നിലയിലാണ്. ഏത്? മതപരമായ അറിവ് നേടുവാൻ നാം വിനിയോഗിക്കുന്ന സമയവും അധ്വാനവും സമ്പത്തുമൊക്കെ പരലോകത്തേക്കുള്ള നമ്മുടെ സ്വർഗത്തിന്റെ പാത എളുപ്പമാക്കി തരുമെന്നാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും. റഹ്മാനായ റബ്ബ് അവന്റെ ദീനിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിലുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, വിശേഷ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദിക്ർ, ദുആകൾ അധികരിപ്പിക്കുക എന്നത്. ഇന്ന ദിക്റല്ലാഹി ഹുവ അജല്ലുൽ അഅമാലി വ അഫ്ളലുഹാ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് പടച്ചറബിനെ ദിക്ർ ചെയ്യുന്നൊരു നാവും അള്ളാഹുവിനെ ഓർക്കുന്നൊരു മനസ്സും അത് വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്,
ധാരാളക്കണക്കിന് ദിക്റുള്ള ഇബാദത്തുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പരിഗണനീയമായ സംഗതി. മനുഷ്യൻ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആ ഇബാദത്തിൽ, ആ സൽക്കർമ്മത്തിൽ കൂടുതലായി റബ്ബിനെ സ്മരിച്ചതാരാണോ അവർക്കാണ് എന്ന്. അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുജാഹിദീന അഅളമു അജ്റ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ പണയം വെച്ച് ശത്രുക്കളുമായി പോരാടുന്ന ധർമ്മസമരത്തിന്റെ ജിഹാദിന്റെ ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ആർക്കാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, വാളെടുത്ത് ശത്രുക്കളോട് പോരാടുന്ന സന്ദർഭത്തിലും മനസ്സും നാവും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് പച്ചപിടിച്ചതാണെങ്കിൽ കൂടുതലായി പടച്ചവനെ ദിക്ർ ചെയ്ത ആൾക്കാണ് ആ ജിഹാദിൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്ന്. വീണ്ടും അയാൾ ചോദിച്ചു, അയ്യു സ്വാഇമീന അഅളമു അജ്റ, നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്കാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, നോമ്പെടുത്ത് ഉറങ്ങി സമയം കളയുന്ന ആളുകളല്ല, ധാരാളക്കണക്കിന് റബ്ബിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ ഓരോ കർമ്മത്തെ സംബന്ധിച്ചും അദ്ദേഹം ചോദിക്കുമ്പോൾ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വതക്ക എല്ലാറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ സ്മരണയുള്ള ദിക്ർ ചൊല്ലുന്ന ആളുകൾക്കാണ് കൂടുതൽ സ്ഥാനവും പ്രതിഫലവും ഉള്ളത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കുന്ന ദിക്ർ പറയുന്ന ആളുകൾ വിജയികളാണ്, അവർ എല്ലാ നന്മകളും കൊണ്ടുപോകും അല്ലേ റസൂലേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ എന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിക്റുകൾ, പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, മതത്തിൽ ഇല്ലാത്ത, ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത ഏതെങ്കിലും ദിക്റുകളൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതി വിട്ടതിന്റെ പേരിൽ മാത്രം നമ്മളത് മതമായി ആചരിക്കുവാൻ പാടുള്ളതല്ല. ചിലർ റജബ് മാസം തുടങ്ങിയ 1-ാം തീയതി മുതൽ ചില പള്ളികളിലൊക്കെ ഇമാമിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമസ്കാര ശേഷം അങ്ങനെ ഒരു കൂട്ട ദുആ തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മതത്തിൽ പ്രത്യേകമായി ഇല്ലാത്ത സമയവും സന്ദർഭവും പ്രത്യേക രൂപവും ഒക്കെ നിശ്ചയിക്കുന്ന ബിദ്അത്തുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണിയത്. ആ കൂട്ടത്തിൽ അവർ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. ആകെ ഒരു പരമ്പരയിലൂടെ വന്നത് ദുർബലനായ റാവിയെ സംബന്ധിച്ച് അതിന്റെ ദുർബലതയും ന്യൂനതകളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിൽ നമുക്ക് ബർക്കത്ത് കിട്ടാൻ ചോദിച്ചുകൂടെ? ഷാബാനിൽ നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥിക്കാം, എല്ലാ സമയത്തും എല്ലാ ദിവസത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഫർദ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ഈ പദങ്ങളിലൂടെ പ്രത്യേകമായ ഒരു രൂപവും സമയവും നിശ്ചയിച്ച് നാം ഒരു ദിക്റോ ദുആയോ ശീലമാക്കുന്നുവെങ്കിൽ അത് മതത്തിൽ പുണ്യമായി ഇസ്ലാം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താത്ത ഒരു കാര്യത്തെ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ബിദ്അത്തുകളായിട്ടായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് നമുക്ക് റജബിലും ഷഅബാനിലും റമദാനിലും എന്ന് വേണ്ട 12 മാസവും ബർക്കത്തിന് വേണ്ടി, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം. റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖിന് വേണ്ടി പടച്ചവനോട് ചോദിക്കാം. ഒന്നും ഇസ്ലാമികമായ എതിരല്ല. പക്ഷേ പ്രത്യേകമായ രൂപത്തിൽ, പ്രത്യേകമായ സമയത്തിൽ ഇങ്ങനെ ഒരു ദിക്റോ ദുആയോ നമുക്ക് ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. അതില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ശരിയായ രീതിയിൽ ദീനിന്റെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി വിഷമിക്കുന്ന, ശാരീരികവും മാനസികവുമായി പല അവശതകളുള്ള എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നമുക്കും അവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും
അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.